എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കുടൽ ചമ്മന്തിയാണ്. പലതരം ചമ്മന്തികൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഒരു നാടൻ മത്തങ്ങ ചമ്മന്തി. മത്തങ്ങ ചമ്മന്തിയല്ല, മത്തങ്ങ കുടൽ ചമ്മന്തി. വരൂ വീഡിയോയിലേക്ക്. ഇത് നമ്മളുടെ സാദാ മത്തങ്ങയാണ്. മത്തങ്ങയുടെ കുടൽ വെച്ചൊരു ചമ്മന്തിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് കുടൽ എന്ന് പറയുന്നത്. ഈ മധ്യഭാഗത്തുള്ള സാധനത്തിനാണ് കുടൽ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടൊരു ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിലുള്ള വിതകളൊക്കെ ആദ്യം മാറ്റിയെടുക്കുക. അതുപോലെ വിതകൾ മാറ്റിയെടുക്കുക. ഈ ഒരു കുടൽ വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ചെറിയൊരു കഷ്ണം കായം, ഒരു 2 ഗ്രാം ഉഴുന്നുപരിപ്പ്, ഒരു 4 വറ്റൽമുളക് എന്നിവയിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. വറുത്ത മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മസാല മാറ്റി വെച്ച് കഴിഞ്ഞു. ബാക്കി എണ്ണ ചീനിച്ചട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ മത്തങ്ങയുടെ കുടൽ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 10 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നന്നായി വഴറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്രൈ ആക്കിയ മസാല, ഉപ്പ്, പുളി, നാളികേരം, വഴറ്റിയ മത്തങ്ങാക്കുടൽ എന്നിവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മത്തങ്ങാക്കുടൽ കണ്ടോ, വഴറ്റിയപ്പോൾ ഇത്രേ കാണാനുള്ളൂ. കണ്ടോ, വളരെ കുറച്ച് വരെയുള്ളൂ വഴറ്റി കഴിയുമ്പം. ഇതിൻ്റെ ഒപ്പം ഒരു 20 ഗ്രാം നാളികേരം കൂടി ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. രുചികരമായ മത്തങ്ങ കുടൽ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. രുചികരമായ മത്തങ്ങ കുടൽ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്